അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര അല്ലെങ്കിൽ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്നതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സംസ് അല്ലെങ്കിൽ ആഡ് ചെയ്യുക, തുക കാണാൻ പറയുക. അപ്പൊ ഇതാണ് ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന കാര്യം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഈ രണ്ട് ചാപ്റ്ററിലെ ഫസ്റ്റത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്, ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്ത് കാണാൻ പറഞ്ഞു, ഇതൊക്കെ കൂടെ കൂട്ടി എത്ര കിട്ടുമെന്ന് ചോദിക്കുകയാണ്. 1+2+3+4+, ഇങ്ങനെ കൂട്ടി പോയി കഴിഞ്ഞാൽ ഇത് എത്ര കിട്ടുമെന്ന് ചോദിക്കുകയാണ്. +100. അതായത് എന്തായാലും ഇതിങ്ങനെ പോയി 100 വരെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്, ഇതിന്റെ ആൻസർ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതിനുള്ള ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള 2-3 ഫോർമുലകൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് എന്താ അറിയോ, സമ്മ് കാണാൻ ഇവിടെ നിങ്ങളെ ഫസ്റ്റ് ടേം ആരാന്ന് നോക്കുക. അതേമാതിരി ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണല്ലോ, ആണോ? ഇതെന്താണ്, ഒരു സമാന്തര ശ്രേണിയാണ് അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്, അതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇങ്ങനെ ഒരു അരിത്തമാറ്റിക് സീക്വൻസില് നമ്മളോട് ഇതിന്റെ സമ്മ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാണുന്നറിയോ, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ കൂട്ടുക. ഓക്കെ, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ കൂട്ടുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ഇതിന് ടോട്ടൽ എത്ര ഉണ്ടോ അതിന്റെ പകുതി കൊണ്ട് ഗുണിക്കുക. ഇവിടെ എത്ര ഉണ്ട്, ടോട്ടൽ എത്ര ഉണ്ട്, 100 അല്ലേ, 100ന്റെ പകുതി എന്ത് വരും, 50. അപ്പൊ ഇത് എന്ത് വരും, 50 × 100 ഒന്നും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ 101. ക്ലിയർ ആണോ? ഇത് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ. അപ്പോ 5050 എന്ന് വരും. ക്ലിയർ ആണോ? ഇവിടെ ഒരു 0 കൂടി വരാല്ലേ. അപ്പൊ 5050 എന്ന് വരും. അപ്പോ ജനറൽ ആയിട്ട് അപ്പൊ എന്ത് ചെയ്യാ, നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ഫസ്റ്റ് ടേം ഉണ്ടാവും, ലാസ്റ്റ് ടേം എടുക്കുക, അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, ഇൻറ്റു എന്ത് ചെയ്യുക, ടോട്ടൽ എത്ര ടേം ഉണ്ടോ അതിന്റെ പകുതി കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇനി അപ്പൊ ഇതിനെ നമ്മളൊരു ഫോർമുല ആയിട്ട് പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. അതാ x1 x2 ഇങ്ങനെ പോയിട്ട് xn വരെ ആണെങ്കിൽ നമുക്കിതിനെ ഫോർമുലയായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, ടോട്ടൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്തു അല്ലെ, സമ്മാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ SN കൊണ്ട് റെപ്രസെന്റ് ചെയ്യണ സമ്മ് പറയുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആഡ് ചെയ്യുക, x1 + x2 xn ചെയ്യുക അല്ലെ. ഫസ്റ്റ് ടേമും ഇവിടെ 1ഉം 100ഉം കൂട്ടി, അതുപോലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആഡ് ചെയ്തു, ഇൻറ്റു എന്ത് ചെയ്യുക, ടോട്ടൽ എത്ര ടേം ഉണ്ട് ഇവിടെ, n, അതിന്റെ പകുതി അല്ലെ. ഇവിടെ നമ്മൾ 50 കൊണ്ടല്ലേ ഗുണിച്ചത്, അപ്പോ 100ന്റെ പകുതി 50 ആയിരുന്നു. അപ്പോൾ ഇവിടെ n-ന്റെ പകുതി എന്ത് വരും, n/2. അതാണ് കേട്ടോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുല. ഈ ഒരു ഫോർമുല അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏതിന്റെ സമ്മമാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്താണ്, ഫസ്റ്റ് ടേം എന്താണെന്നറിയാ, ലാസ്റ്റ് ടേം x1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം ആണ് കേട്ടോ. n എന്ന് വെച്ചാൽ നമുക്ക് എത്രാമത്തെ ടേം വരെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ ടേം. ഓക്കെ, ടോട്ടൽ എത്ര ടേം ഉണ്ട് എന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുവരെ ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് ഇനി എളുപ്പത്തിൽ ആൻസർ പറഞ്ഞൂടെ, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. അതാ 1+2+3+4+ എന്ത് 10 വരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതെങ്ങനെ ആഡ് ചെയ്യാ, 10 ടേമിന്റെ സമ്മല്ലേ. അപ്പൊ n എന്ന് പറയുന്നത് 10, ടോട്ടല് 10 ടേം അല്ലേ, ആണോ? നമ്മുടെ കയ്യിൽ എന്ത് ഫോർമുല ഉണ്ട്, ആദ്യം ഫോർമുല തന്നെ എഴുതുന്നുണ്ട്. അത് നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ട്, എന്താണ്, n/2 × x1 + xn ആണോ. ഇവിടെ ഫസ്റ്റ് ടേം x1 എന്ന് പറയുന്നത് 1 ആണ്, xn എന്ന് പറയുന്നത് 10 ആണ്, n എന്ത് തന്നെയാണ്, 10 ടേം അല്ലേ ടോട്ടല്, അപ്പൊ 10 ആണ്. SN സം ഓഫ് 10 ടേം അല്ലെ, ആദ്യത്തെ 10 ടേംസിന്റെ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ n/2 10/2 ഇൻറ്റു ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്തത് x1 + x2. അപ്പൊ എന്ത് വരും, 1 + 10 എന്ത് വരും, 10/2 5 5 × 11 55. അപ്പോ ഇതൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 55 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇതാണ് കേട്ടോ ഈ പറഞ്ഞതിന്റെ ഐഡിയ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം, അപ്പൊ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇനി ഇതാ വേറൊരു എക്സാമ്പിൾ, 2 4 6 8 10 ഇങ്ങനെ പോകുന്നത് ഏതുവരെ, ഒരു 20 വരെ. ഇതൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്ന വെച്ചിട്ടുള്ളത് നമ്മൾ സമ്മാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, 2 + 4 + 6 + 8 +
ഇങ്ങനെ ഇതുവരെ 20 വരെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സമ്മ് കിട്ടുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ടായിരുന്നു എന്ത് xn ഈക്വൽ ടു n/2. ടോട്ടൽ എത്ര ടേം ഉണ്ട് എന്ന് അറിയണം. n/2 ഇൻറ്റു x1 പ്ലസ് xn. ഫസ്റ്റ് ടേമിന്റെ കൂടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അതൊക്കെ ഓക്കെയാണ്. ഇവിടെ നമുക്ക് ആരൊക്കെ അറിയാം? x1 എത്രയെന്ന് അറിയാം, ലാസ്റ്റ് ടേം എത്രയെന്ന് അറിയാം അല്ലെ. ഫസ്റ്റ് ടേമും അറിയാം, ലാസ്റ്റ് ടേമും അറിയാം. പക്ഷെ നമുക്ക് എത്ര ടേം ഉണ്ടെന്ന് ഇതിന്റെ കേസിലൊന്നും കുഴപ്പമില്ല, നമുക്ക് എണ്ണാം. 10ന്റെ ഇടയിൽ എത്ര ഉണ്ട്? 5. അപ്പൊ 20ന്റെ ഇടയിൽ എത്ര ഉണ്ടാവും? 10 ഉണ്ടാവും. പക്ഷെ നമുക്കതെങ്ങനെ എല്ലായ്പ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്പർ ഓഫ് ടേം കാണാനുള്ള ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിട്ടോ. നമ്പർ ഓഫ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക, അതായത് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ ലാസ്റ്റ് ടേം ഉണ്ടല്ലോ, ഇതാണല്ലോ നമ്മളെ xn നിന്ന് നമ്മൾ ഫസ്റ്റ് ടേം കുറക്കും ബൈ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം, എന്നിട്ട് അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് വേറെ രീതിക്ക്. ഇതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. നമ്പർ ഓഫ് ടേംസ് കാണാൻ xn മൈനസ് x1 ബൈ d പ്ലസ് 1 ആണോ? ഓക്കെ ആണോ? ഇത് എപ്പോഴാണ് ഇത് ഉപയോഗിക്കുക? n വരെയുള്ള ടേംസ് തന്നു, അതിന്റെ ഇടയിൽ അല്ല nth ടേം ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷെ ടോട്ടൽ എത്ര ടേം ഉണ്ട് എന്ന് അറിയില്ല. എപ്പോഴാണ് ഇതിന്റെ ആവശ്യം വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേട്ടോ, നോക്കിക്കോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ 1 2 3 4 5 ഇങ്ങനെ പോയിട്ട് ഇതിൽ എത്ര ടേം ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല, 100 എന്നാണ്. ആണോ? അതിൽ ഡൗട്ട് ഇല്ലല്ലോ. എന്നാ നിങ്ങളോട് ഇപ്പൊ പെട്ടെന്ന് ഒരാൾ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു ചോദ്യം, 1 4 7 10 ഇങ്ങനെ പോയിട്ട് ഇപ്പൊ ഒരു 100. അപ്പോ ഇതില് എത്ര ടേം ഉണ്ട്? ടോട്ടൽ നമ്പർ എത്ര ഉണ്ട് അല്ലെ, ടോട്ടൽ എത്ര ടേംസ് ഉണ്ട്, നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കിട്ടുമോ? ഇല്ലല്ലോ. നമ്മളിത് ഇങ്ങനെ ഇരുന്ന് എണ്ണണ്ടേ, അപ്പൊ പെട്ടെന്ന് കിട്ടൂല. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ, നമ്പർ ഓഫ് ടേം അല്ലെങ്കിൽ n എന്ന് റെപ്രസെന്റ് ചെയ്യാട്ടോ. n കാണാൻ നമ്മൾ എന്താ ചെയ്യുക? xn മൈനസ് x1 ബൈ d ചെയ്യുക പ്ലസ് 1 ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇതിന്ന് n കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? xn എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിട്ടുള്ളതിൽ ലാസ്റ്റ് ടേം ഇവിടെ എന്താണ്? xn 100 ആണ്. 100 മൈനസ് x1 ഫസ്റ്റ് ടേം എന്താണ്? 1 ആണ്. ബൈ d എത്രയാണ്? കോമൺ ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മൈനസ് 1 3 ആണ്. ഓക്കെ, 3 പിന്നെ ഒരു പ്ലസ് 1, അപ്പോ 99 വന്നു. 99 ബൈ 3 പ്ലസ് 1. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 33 പ്ലസ് 1 34 എന്ന് വരും കേട്ടോ ആൻസർ എന്തോ ആവട്ടെ, ചെയ്യണ ഐഡിയ ഉണ്ടാക്കി വെക്കുക. അപ്പൊ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടാവും ഈ ഫോർമുല ഇപ്പൊ എവിടുന്ന് വന്നു എന്നുള്ളത്, അതും കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഒരു ഫോർമുല കാണാതെ പഠിക്കേണ്ട കാര്യം പോലും ഇല്ല, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതിലുള്ളതാണ്. ഞാൻ നിങ്ങളെ ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ ഡിഫറൻസ് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. ആണോ? എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കടാ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x1 x2 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ xn ഇതിൽ എത്ര ടേം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിന്ന് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, ഈ 2 ടേം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ നമുക്ക് xn മൈനസ് x1 എന്ന് എഴുതിക്കൂടെ അല്ലെ. ഈ ഒരു ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് എഴുതി? xn മൈനസ് x1 കറസ്പോണ്ടിങ്. ഓക്കെ, ഇനി അവരുടെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ്, xn നിൽക്കുന്നത് ഏത് പൊസിഷനിലാ? ആണോ? nth പൊസിഷൻ അല്ലേ, ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ് പൊസിഷൻ. അങ്ങനെ xn നിൽക്കുന്നത് ഏത് പൊസിഷനിലാണ്? nth പൊസിഷൻ ആണ്. അപ്പൊ n. ഇനി x1 നിൽക്കുന്നത് ഏത് പൊസിഷനാ? ഫസ്റ്റ് പൊസിഷൻ. അപ്പൊ n മൈനസ് 1 ഇൻറ്റു d. നമുക്കിതിൽ അറിയാത്തത് ആരെ മാത്രമാണ്? n കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ ഇൻറ്റു ഡി അപ്പുറം കൊണ്ടുപോകും. അപ്പോ xn മൈനസ് x1 ഉണ്ട്. ഇവിടെ ഈ ഇൻറ്റു ഡി വരുമ്പോ ഇവിടെ ആരുണ്ടാവും? ബൈ d ഈക്വൽ ടു n മൈനസ് 1 എന്ന് വരും. ക്ലിയർ ആണോ? ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടാവില്ല കരുതുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ആണ്. അപ്പൊ n കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ മൈനസ് 1 ഇങ്ങോട്ട് കൊണ്ടുവരും. xn മൈനസ് x1 ബൈ d പ്ലസ് 1 ആയിരിക്കും n. ഇതാണ് നമ്മൾ ഈ എഴുതിയിട്ടുള്ള ഫോർമുല. അപ്പൊ ഈ ഫോർമുല പുതിയ കാര്യമൊന്നുമല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതെങ്ങനെയാ വന്നതെന്ന് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സെക്ഷനിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സമ്മ് കാണുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക്
ഫോർമുലയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ ഈ ഫോർമുലയിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ട് എന്ന് അറിയണം. ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഈ ഒരു കാര്യം കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. xn മൈനസ് x1/d+1 ഇത് തന്നെയാണ് ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി. അതിന്നാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. ഓക്കെ, ഈ ഒരു സീക്വൻസിൽ നമ്മൾ ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും എടുക്കുകയാണെങ്കിൽ അവരുടെ ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ xn മൈനസ് x1 ആണ്. പൊസിഷൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ n-1 ആണ് ഇൻറ്റു ഡി. ഇത് എന്നിന് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് n എന്ത് കിട്ടും? xn മൈനസ് x1/d+1 ഇതായിരിക്കും കേട്ടോ. എന്നെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുന്നുണ്ട്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? സമ്മ് കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചു. അതായത് സമ്മ് കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? n/2 ഇൻറ്റു x1 പ്ലസ് xn ആയിരുന്നു. ഇതിന്ന് നമ്പർ ഓഫ് ടേം അറിയാത്ത കേസിൽ നമ്പർ ഓഫ് ടേം കാണാനും നമ്മളൊരു ഫോർമുല പഠിച്ചു. xn മൈനസ് x1/d+1. അപ്പൊ ഇത്രയും രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണോ? അപ്പോ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായി അല്ലെ? ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി. ഇനിയിപ്പോ നിങ്ങളോട് ഇങ്ങനെ മാത്രം ചോദിക്കാണ് 1, 4, 7 ഈ ഒരു സീക്വൻസ് തന്നെ ഇതിലെ സം ഓഫ് ഫസ്റ്റ് അല്ലെ ആദ്യത്തെ 25 ആളെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് ചോദിക്കാണ്. സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളോട് എന്ത് കിട്ടുമെന്ന് ചോദിക്കാണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് തന്നിട്ടില്ല? ലാസ്റ്റ് ടേം എത്രയാണെന്ന് തന്നിട്ടില്ല അല്ലെ? 25ാമത്തെ പൊസിഷനിൽ ആരാന്ന് തന്നിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടോ? 25ാമത്തെ പൊസിഷനിൽ ആരാന്ന് തന്നിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കൊടുക്കാം. ആണോ? 25/2 ഇൻറ്റു 1 പ്ലസ് 25ാമത്തെ ടേം ആരാണോ അത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ തരാത്ത കേസിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് ഫോർമുല ഉണ്ട്. അപ്പൊ അത് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതിന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എന്നാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇതാണ്. Sn = n/2 ഇൻറ്റു x1 പ്ലസ് xn. അതില് ഇനിയിപ്പം അതവറ്റ എന്ത് നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ടെന്ന് അറിയില്ലെങ്കിൽ മാത്രം നമ്മൾ ഇത് ഉപയോഗിക്കും. n = xn മൈനസ് x1/d+1. ഇനിയിപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫോർമുലനെ എങ്ങനെയാണ് നമ്മൾ ഇതിന് വേണ്ട ഫോർമുല അല്ലെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന രീതിക്കുള്ള ഫോർമുലയാക്കി എങ്ങനെ മാറ്റാന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങളോട് 25 ടേംസ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് Sn = n/2 ഇൻറ്റു x1 പ്ലസ് xn ആണോ? നമുക്ക് 25 ടേമിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന് പകരം മക്കളെ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ എന്ത് xn-ന് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. f+n-1 ഇൻറ്റു d. ക്ലിയർ ആണോ? ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഈ എഫിനെ ഞാൻ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിനെയാണല്ലോ നമ്മളിവിടെ x1 എന്ന് വിളിച്ചത്. അപ്പൊ ഞാൻ അതിനെ x1 എന്ന് വിളിക്കണ്ടേ. x1 + n-1 ഇൻറ്റു d. ഈ ഒരു കാര്യം ഞാൻ എടുത്തിട്ട് ഇവിടെ xn-ന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്? ഇത് കൊടുക്കാൻ പോവാണ്. കണ്ടോ ഇത് നമ്മുടെ xn അല്ലേ? അപ്പൊ നമ്മുടെ ഫോർമുല എന്തായിട്ട് മാറും? n/2 ഇൻറ്റു x1 പ്ലസ് ഇനി xn-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ പോവാണ്? x1 പ്ലസ് അപ്പൊ ഒരു x1 പ്ലസ് n-1 ഇൻറ്റു d എന്ന് വരും. ഇതുവരെ ഓക്കെ ആണോ? നമ്മളിതാ ഈ സംഭവമാണ് ഇവിടെ കൊടുത്തത്. ഇതിവിടെ ഓൾറെഡി ഉള്ള x1. അപ്പൊ എന്ത് വരും? ബാക്കി എന്ത് വരും? n/2 ഇൻറ്റു x1 2x1 അല്ലെ പ്ലസ് n-1 ഇൻറ്റു d. ഇതായിരിക്കട്ടോ നമുക്ക് വേണ്ട അടുത്ത ഫോർമുല. ഇതാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഫോർമുലാസ് ഒന്നും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കൊന്നുമില്ല. അപ്പോ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ആൻസർ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അപ്പൊ നമ്മളോട് എന്ത് കാണാനാ പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് ഫസ്റ്റ് 25 ടേം ആണ്. അപ്പൊ ഇവിടെ n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേം 25 ടേംസിന്റെ സമ്മാണ് കാണേണ്ടത്. അപ്പൊ n 25 ആണ്. അതുപോലെ ഇവിടെ നമുക്ക് ആരുണ്ട്? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ x1 എത്ര ഉണ്ട്? 25 എന്നുണ്ട്. കോമൺ ഡിഫറൻസ് 25 എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം എത്രയാണ്? 1 അല്ലേ? 1 എന്നുണ്ട്. അതുപോലെ കോമൺ ഡിഫറൻസ് എത്ര ഉണ്ട്? ഇവിടെ എന്താണ് ആഡ് ചെയ്ത് പോകുന്നത്? അല്ലെ 4 - 1 3 അല്ലേ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഫോർമുലയിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് 25 ടേമിന്റെ സമ്മല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ S25 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 25 ആളുകളുടെ തുക അല്ലെങ്കിൽ ആദ്യത്തെ 25 ആളുടെ സമ്മ്. ഇനി തന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആണോ? n/2 എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 25/2 ഇൻറ്റു
ടു ഇൻറ്റു എക്സ് വൺ എത്രയാണ് 1 ആണ്. 2 ഇൻറ്റു 1 പ്ലസ് എന്നിനെ അങ്ങനെ തന്നെ n-1 n എന്തായിരുന്നു 25 അല്ലേ. അപ്പോ 25 മൈനസ് 1 എന്ന് വരും. അയ്യോ സോറി, ഇവിടെ എന്തുണ്ട് എന്നുണ്ട്. 25 മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ് ആഡ് ചെയ്ത് പോകുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി നമുക്ക് ആൻസർ കിട്ടാൻ. അപ്പൊ 25/2 ഇൻറ്റു 2 ഇൻറ്റു 1 2 പ്ലസ് 24 ഇൻറ്റു 3 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 25/2 ഇൻറ്റു 2 പ്ലസ് 24 ഇൻറ്റു 3 എന്ത് വരും? 72 എന്ന് വരും. ഡൗട്ട് ഇല്ലല്ലോ? ബാക്കി ഞാൻ ഇവിടെ ഇത് സോൾവ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി മുകളിൽ എഴുതുന്നുണ്ട്. അപ്പൊ എന്ത് വരും? 25 ഇതിന്റെ ബാക്കിയാണ്. 25/2 ഇൻറ്റു 74 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പോ 25 ഇൻറ്റു 74 ഇതും കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 74/2 ചെയ്ത് കഴിഞ്ഞാല് അല്ല 74ന്റെ പകുതി 37 എന്ന് വരും. ചെയ്ത് നോക്കാം കേട്ടോ. 37 എന്ന് വരും. അപ്പൊ ഈ ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും ആൻസർ. അപ്പോ ആൻസർ എന്താണ്? 25 ഇൻറ്റു 37 ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ചെയ്ത് നോക്കാം. അപ്പോ ആൻസർ 5 7 5 12 925 എന്ന് വരും കേട്ടോ. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആൻസർ എന്തായിരിക്കും? 925. അപ്പൊ ഒരു പ്രോബ്ലം കൂടിയും പറയാവേ. ശ്രദ്ധിച്ചിരുന്നു. ഇങ്ങനെ പോയിട്ട് നമ്മളോട് ചോദിക്കാണ് അപ്പോ ഫസ്റ്റ് 31 ടേംസിന്റെ അല്ലെ 13 ടേംസിന്റെ സമ്മാ വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? n എന്ന് വെച്ചാൽ 13 ആക്കി എടുക്കും. അതേപോലെ ഈ കേസിൽ നമുക്ക് ഫസ്റ്റ് ടേം ആരുണ്ട് അല്ലെ? ഫസ്റ്റ് ടേം 2 ഉണ്ട്. ഫസ്റ്റ് ടേം നമ്മളിവിടെ എന്താ വിളിച്ചിരുന്നത്? x1 എന്ന് വിളിക്കാം കേട്ടോ. നമ്മുടെ ഫോർമുലയിൽ അങ്ങനെയാണല്ലോ. അപ്പോ x1 എന്തുണ്ട്? 2 ഉണ്ട്. കോമൺ ഡിഫറൻസ് ഇവിടെ എന്താ ആഡ് ചെയ്ത് പോകുന്നത്? 2 തന്നെയാണ്. ആണോ? നമ്മുടെ ഫോർമുല എന്തായിരുന്നു? Sn ഈക്വൽ ടു 2x1 പ്ലസ് n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. ക്ലിയർ ആണോ? വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. n എന്ന് വെച്ച് കഴിഞ്ഞാൽ 13. അപ്പൊ 13/2 ഇൻറ്റു 2 ഇൻറ്റു x1 2 ഇൻറ്റു 2 പ്ലസ് n-1 ഇൻറ്റു ആഡ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് തന്നെയാണ്. എന്നിന് നമ്മൾ 13 എന്ന് കൊടുത്തു അല്ലെ. അപ്പൊ എന്ത് വരും? 13 മൈനസ് 1 ഇൻറ്റു 2 എന്ന് വരും. ക്ലിയർ ആണോ? 13/2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ത് വരും? 4 പ്ലസ് 13 മൈനസ് 1 12 12 ഇൻറ്റു 2 എന്ന് വരും. ക്ലിയർ ആണോ? 13/2 ഇൻറ്റു 4 പ്ലസ് 24 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ എന്ത് വരും? ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 13/2 ഇൻറ്റു ആദ്യം തന്നെ ഈ ബ്രാക്കറ്റിലുള്ള സോൾവ് ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതാദ്യം സോൾവ് ചെയ്യാൻ പഠിക്കുക. അത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളത്തെ സോൾവ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഈ സാധനം ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇതും സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 28 പിന്നെ വേണം ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാൻ. ഓക്കെ, പലരും ഇത് ചെയ്യുമ്പോൾ തെറ്റിക്കണ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു മാത്രം. അപ്പൊ 13 ഇൻറ്റു 14 എന്താ നോക്കുക? അപ്പോ 182 എന്ന് വരും ആൻസർ. അപ്പോ 182 ആയിരിക്കും അതിന്റെ ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഡൗട്ട് ഇല്ല കരുതുന്നു. ഇതുവരെ ഓക്കെ ആണോ? അപ്പോ ഈ ഒരു ചോദ്യം ഇപ്പൊ ഇതില് നമുക്ക് ലാസ്റ്റ് ടേം തരാത്തോണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ കേസ് വന്നത്. ഇതില് നമുക്ക് കണ്ടോ ലാസ്റ്റ് ടേം എന്താണെന്നുള്ളത് തന്നിട്ടില്ല. ഇനി പകരം ഈ ഒരു ചോദ്യത്തിന് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തന്നു 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് ഇങ്ങനെ തന്നു. ഇതിലൊരു 100 എന്ന് തന്നു. അപ്പോ ഇത് കാണാൻ നിങ്ങളുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്ത് ശരിക്ക്? Sn എന്ന് വെച്ച് കഴിഞ്ഞാൽ n/2 ഇൻറ്റു f പ്ലസ് അല്ലെ x1 പ്ലസ് xn ആണോ?
ഇതിൽ നിങ്ങൾക്ക് x1 അറിയാം 2 ആണെന്ന് ആണോ, x1 ഈക്വൽ ടു 2 ആണെന്ന് അറിയാം അല്ലെ. nth ടേമും നിങ്ങൾക്ക് അറിയാം, xn അറിയാം എന്താണെന്ന് 100 ആണെന്ന്. ഇനി n ഈ കേസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. ഇനി n കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, എന്ത് xn മൈനസ് x1 ബൈ d പ്ലസ് 1 ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ d എത്രയാണ്, കോമൺ ഡിഫറൻസും ഈ സീക്വൻസിൽ എന്താണ് 2 അല്ല ആഡ് ചെയ്ത് പോകുന്നത് അല്ലെ. 2 4 ആവാൻ 2, 4 + 2 6. അപ്പോ കോമൺ ഡിഫറൻസും d ആണ്. അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് കാണാം, n വേണമെങ്കിൽ കാണാം. അപ്പോ xn മൈനസ് x1 എത്രയാണ് 2 ബൈ d പ്ലസ് 1 എന്ത് വരും, 98 ബൈ 2 പ്ലസ് 1 എന്ന് വരും. ഇതുവരെ ഓക്കെ ആണോ? ഇപ്പൊ എന്ത് വരും, 49 പ്ലസ് 1 50 എന്ന് വരും. അപ്പോ n നമുക്ക് കിട്ടിക്കഴിഞ്ഞു 50 ആണ്. അപ്പൊ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആയി. അപ്പോ Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ഈ ഫോർമുലയിൽ കൊടുക്കാം. അപ്പോ ഇങ്ങനെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. അല്ലെങ്കിൽ മാത്രം നമ്പർ ഓഫ് ടേം തന്നെങ്കിൽ മാത്രം മറ്റേ ഫോർമുലയിൽ കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാട്ടോ. അപ്പോ ഇവിടെ എന്ത് വരും, ഇത് സോൾവ് ചെയ്ത് വരുന്ന ടൈമിൽ n നമുക്ക് കിട്ടിക്കഴിഞ്ഞു എത്രയാണെന്ന്, n നമുക്ക് കിട്ടിയ 50. അപ്പോ 50/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ് 2 ആണ്, x1 2 ആണ്. അതേമാതിരി ലാസ്റ്റ് ടേം എത്രയാണ് 100 ആണ്. ഇത് സോൾവ് ചെയ്താൽ പോരെ. അപ്പോ 50/2 എന്ന് വെച്ചാൽ 25 ഇൻറ്റു 100 + 2 102. അപ്പൊ ഇതായിരിക്കട്ടെ ആൻസർ. അപ്പൊ 102 ഇൻറ്റു 25 ചെയ്ത് നോക്കുക. പൂജ്യം 5 5 2. അപ്പൊ ആൻസർ 2 5 5 0 എന്ന് വരും കേട്ടോ. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക നമ്മള്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. സമ്മ് കാണാൻ നമ്മൾ 2 ഫോർമുല പഠിച്ചു. Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn എന്നും. ഇനി ഇതെപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക, വെൻ ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം ആർ ഗിവൺ അല്ലെ. ഇത് തന്നതിന് നമ്മള് ഈ ഒരു ഫോർമുല ഉപയോഗിക്കും അല്ലെ. ഇനി അതല്ല നമുക്ക് നമ്പർ ഓഫ് ടേം തന്നെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d അല്ലെ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഒരു കാര്യമല്ല. ഈ ഫസ്റ്റത്തെ ഫോർമുലയിൽ xn സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും, നമ്മൾ പഠിച്ചിട്ടായിരുന്നു f പ്ലസ് n-1 ഇൻറ്റു d അല്ലെങ്കിൽ 2x1 പ്ലസ് n-1 ഇൻറ്റു d. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അപ്പൊ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇത് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക, വെൻ നമ്പർ ഓഫ് ടേംസ് ഈസ് ഗിവൺ ആണോ. ഇനി ഇതിന് പകരം ഇനിയിപ്പോ നമുക്ക് സപ്പോസ് ഈ ഒരു ക്വസ്റ്റ്യനില് n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. n എന്ന് വെച്ച് കഴിഞ്ഞാൽ xn മൈനസ് x1 കാണുക ബൈ d പ്ലസ് 1. ഇത് ഏതെന്നാ നമുക്ക് കിട്ടിയത് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു d അന്ന് കിട്ടിയതാണ്. അപ്പൊ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ. ഇതുവരെ ഓക്കെ ആണോ? ബാക്കി കാര്യങ്ങൾ കൂടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. പിന്നെ നമ്മൾ ഈ സെക്ഷനിൽ ലാസ്റ്റ് സെക്ഷനിലെ പ്രോബ്ലംസ് കൂടെ ചെയ്തിട്ട് നമ്മൾ ചാപ്റ്റർ അവസാനിപ്പിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.